Assalamualaikum. It's me Nihala Nasik, Easy Home. അപ്പോൾ നമ്മൾ പെരുന്നാൾ രാവിലെയും പെരുന്നാൾ വിശേഷങ്ങളും കാണാം. ആദ്യം തന്നെ വീടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഉമ്മ എല്ലാം എടുത്ത് പെറുക്കി തിരുമ്പി ആറിയിട്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനെ വലിയ മഴക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ മെയിനായിട്ട് ക്ലീനിങ് ആണ് പരിപാടി. അതായത് പെരുന്നാളൊക്കെ വരുമ്പോൾ വീടൊക്കെ ഒന്ന് നല്ല വൃത്തിയായി കിടക്കണമല്ലോ. ഓൾറെഡി ആണ്, പക്ഷേ എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ മൊഞ്ചാക്കി വെക്കും. അങ്ങനെ പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിൽ പോയി മോൻ്റെ ഒരു ഷൂസ് മാറ്റാനുണ്ടായിരുന്നു, അതും മാറ്റി. അപ്പം നോമ്പാണല്ലോ, അപ്പം ഉമ്മ കട്ട്ലേറ്റും മുന്നക്കായും ഒക്കെ പൊരിക്കാനെടുത്തിട്ടുണ്ട്. ഞാനും അവിടുന്ന് കുറച്ച് എന്താ പറയുക എൻ്റെ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഐസ്ക്രീമൊക്കെയാണ് അവർ പിറ്റേന്നത്തേക്ക് ഗസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ ഇതാക്കിയിട്ടുള്ളത്. പിന്നെ ഉമ്മ പിറ്റേന്നത്തേക്കുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, സ്പ്രിങ്ങൊക്കെ. അങ്ങനെ ഞാനിതാ വീട്ടിലെത്തിയിട്ട് ഞാനും ഉള്ളി, അതായത് നമ്മൾ ബിരിയാണിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ പെരുന്നാളിൻ്റെ അന്ന് എന്തോ എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പെരുന്നാളിലും പണിയെടുക്കുക എന്നുള്ള ഒരു എപ്പോഴും പണിയാണ്. അപ്പോൾ പെരുന്നാളിലെങ്കിലും ഒരു റെസ്റ്റൊക്കെ വേണ്ട നമുക്ക്. അപ്പം എന്താ പറയുക, ഞാനൊക്കെ തലേന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സ് സലാഡിനുള്ളതും ഒക്കെ. പിന്നെ ബിരിയാണി ഇതൊക്കെ ആക്കുന്നതൊക്കെ പിറ്റേന്ന് ഉമ്മ ആയിരിക്കും. അത് പിന്നെ ഉമ്മമാരാണല്ലോ അല്ലേ ചെയ്യേണ്ടത്. പിന്നെ ഉമ്മ ആക്കിക്കോളും. ഞാനതിലേക്കൊന്നും പോകാറില്ല. എനിക്ക് എൻ്റെ മക്കളത് പിന്നെ ഗസ്റ്റ് അങ്ങനെയൊക്കെ തന്നെ തിരക്കായിരിക്കും. അപ്പോൾ ഇതാ ഫ്രൂട്ട്സ് സലാഡിനെല്ലാം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രിയാണ് ഞാൻ എൻ്റെ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ പിരിക്കുന്നത്. ഞാൻ പുതിയത് വാങ്ങിയിരുന്നു, പക്ഷേ അത് ഇതിലേക്ക് സെറ്റ് ആവാത്തതുകൊണ്ട് 6 ബെഡ് ആയതുകൊണ്ട് തന്നെ വലിയ ബെഡ്ഷീറ്റ് വേണം. അപ്പോൾ അത് ഞാൻ മാറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള പുതിയതൊന്നും ആക്കിയിട്ടുണ്ട്. ഉമ്മൻ്റെ റൂമും ഒക്കെ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ഉമ്മ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോഡ് സെറ്റാണ്. അതായത് എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, 2 മക്കളും ഞാനും ഞങ്ങളൊരു കോഡായിട്ട് തുണി എടുത്തിട്ട് അടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതൊക്കെ ഡിസൈൻ ചെയ്യാൻ കൊടുത്തു. ബ്ലൂ സിർക്കൺ എന്ന് പറഞ്ഞ പുഷ്പ ജംഗ്ഷനിൽ ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ, കാണാത്തവരൊന്ന് പോയി കാണാം. അപ്പോൾ അവിടുന്ന് ഞാൻ അതൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ച് മക്കളെയൊക്കെ 2 ഉറക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്നാൽ അടിച്ചത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളത്. അതായത് 3 ആൾക്കും ഹസ്ബൻഡ് 2 മക്കളും കുർത്ത മോഡലാണ് അടിച്ചത്. ഞാൻ വേറെ തന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു താത്തക്കാണ്, സുമ്പത്താനെ എന്നാൽ ഞാൻ എല്ലാം അടിക്കാൻ കൊടുക്കാം കേട്ടോ. എനിക്ക് കോഡ് സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് അടിച്ച് തന്നിട്ടുണ്ട്. മാത്രമല്ല നല്ല രസമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാം. ഞാൻ പിറ്റേന്ന് ഉള്ള വീഡിയോയും കൂടി ഇതിലിടുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഇത് കുളിച്ചാൽ മാറ്റി ഇതിൻ്റെ ഉമ്മ വാങ്ങി തന്നതാണ് മക്കൾക്ക്. അപ്പോൾ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇവർക്ക് പെരുന്നാൾ ഡ്രസ്സ് എന്ന് പറയുമ്പം ഇങ്ങനെ ഒരു ജീൻസും ഒരു ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. കല്യാണമൊക്കെ വരുന്നുണ്ട്, അപ്പം അതിനോടനുബന്ധിച്ച് എടുത്തതാണ്, അല്ലാതെ ആർഭാടാക്കിയതൊന്നല്ല. ഇത് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുപോകുന്നതാട്ടോ. അങ്ങനെ ഇതാ അൽഹംദുലില്ലാ പിറ്റേന്നായിട്ടുണ്ട്. പെരുന്നാൾ ദിവസം നല്ല റാഹത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിച്ച് സമൂസാണ് നമ്മൾ പലഹാരമാക്കിയിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതും ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു അമ്മ ബിരിയാണീൻ്റെ പണികളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ചെറിയ ആൾ എഴുന്നേറ്റ് ഇതാ കിടക്കുകയാണ്. ആൾക്ക് എന്താ പറയുക, രാവിലെ 7 മണിക്ക് എന്നെ എഴുന്നേറ്റ് കുളിച്ചതിൻ്റെ ഒരു മസ്താണ്. പിന്നെ ഇതാ മക്കളൊക്കെ സെറ്റാക്കി എൻ്റെ ഏകദേശം ഒരു ഭാഗം ഞാനിവിടെ തീർത്തിട്ടുണ്ട്. ഇനി 2 പേർക്കും ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഫുൾ ഗസ്റ്റ് തന്നെ ഇടും. ഇതൊക്കെ മക്കളെ മാമന്മാരാണ്. അവരൊക്കെ വന്ന് പിന്നെ ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയപ്പയും അനിയനും അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ട്. അനിയത്തി മുഖം കാണിക്കൂല, അതുകൊണ്ടാണ് മറച്ചിരിക്കുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നുണ്ട് ഏതൊക്കെയോ വീഡിയോയിൽ ചെറിയ ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ എന്താ ഉമ്മ പെരുന്നാൾ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. ചെറിയ ആൾ വാങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ, എന്താണെന്ന് അറിയില്ല മൂപ്പരാക്ക്. പിന്നെ ഇതാ ഫ്രൂട്ട്സ് സലാഡും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ കുറേ കുട്ടികളും ഒക്കെ വന്നിരുന്ന് അങ്ങനെ ഇതാ ഇവിടെയൊക്കെ പോകാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ, ഞാനും നാസിക്കും മക്കളും ഇറങ്ങി എല്ലായിടത്തും പോയി വരാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ ഉപ്പൻ്റെ അനിയത്തിൻ്റെ വീടാണ്, ഒക്കെ തിരുവണ്ണൂർ തന്നെയാണ് മേമൻ്റെ വീട്. അവിടുന്ന് ഞങ്ങൾ ജ്യൂസും പലഹാരവും സമൂസ പഴനിറച്ച അങ്ങനെയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഉപ്പൻ്റെ എത്താത്തൻ്റെ വീട്ടിൽ, അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ പോയി. ഇതിൻ്റെ ഉപ്പൻ്റെ അനിയൻ്റെ മക്കളാണ്, അനിയനും ഭാര്യ അവിടെയാണ് നിൽക്കുന്നത്. ഇത് വേറെ ഒരു അനിയൻ്റെ വീടാണ്, റിയാസ് ഖാൻ്റെ വീട്. അവിടെയും പോയി എല്ലായിടത്തും പോയി ഞങ്ങൾ പായസമൊക്കെ കുടിച്ച്. ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് പായസം ഫാനാണ്, എന്നാലും എന്താ പറയുക എനിക്ക് അങ്ങനെ മധുരം ഇഷ്ടമില്ല. അങ്ങനെ ഇതാ വീട്ടിലെത്തി. ഞങ്ങൾ മാറ്റിയതാ, ഇതാണ് ഞങ്ങളൊരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളിനി ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5 മണി ആയിട്ടുണ്ട്. ഹസ്ബൻഡ് ഉറങ്ങി എഴുന്നേറ്റ് ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ പുറത്ത് കൊണ്ടുപോകുന്നത്. നമ്മൾ എൽത്തൂർ നാത്തൂൻ്റെ വീട്ടിൽ പോവുകയാണ്. ബീച്ചിലൊക്കെ നല്ല അടിപൊളി ആൾക്കാരാണ് കേട്ടോ, കാല് കുത്താൻ പോലും സ്ഥലമില്ല. അങ്ങനെ ഞങ്ങൾ എൽത്തൂർ എത്തി. അവിടെ നിന്നും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഉമ്മ ഇപ്പോൾ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. കാരണം ചിഞ്ചു നാത്തൂന് വീട്ടിലേക്ക് വരും, ഇന്ന് അവരെ കൂടെ തന്നെ വരും. നമുക്ക് ഈ ഒരു വീക്ക് മൊത്തം അങ്ങ്
കല്യാണ തിരക്കാണ്, അതുകൊണ്ട് അവൾ കൂടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം അവർ വേറെ തന്നെയാണ്, അവർ പോയി. ഞങ്ങളിതാ എൻ്റെ മേമൻ്റെ വീടാണ്, ഉമ്മൻ്റെ അനിയത്തീൻ്റെ വീട്ടിലേക്ക് എൽത്തൂർ തന്നെയാണ്, അവിടേക്ക് വന്നിട്ടുണ്ട്. അവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് മഗ്‌രിബൊക്കെ നിസ്കരിച്ച് അവിടെ നിന്നും നമ്മൾ ചായയല്ല കോഫി കേട്ടോ, അവിടെ കോഫിയും പലഹാരവും ഒക്കെ കഴിച്ച് നേരെ ഇനി കിണാശ്ശേരിയിലേക്ക്. ഇനി കാറ് വെച്ചിട്ട് ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് വേണം, ഞങ്ങൾക്ക് അരീക്കാടും പോകാനുണ്ട്. പിന്നെ അരീക്കാടും തൊട്ടടുത്താണല്ലോ തിരുവനന്തപുരം എൻ്റെ വീട്, അവിടെ നിന്നാണ് എൻഡിങ് കേട്ടോ. അങ്ങനെ അരീക്കാട് നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഒരു വിശേഷങ്ങൾ, അതായത് 2 ദിവസത്തെ ഒരു വിശേഷങ്ങളെന്ന് പറയുന്നത്. ഒക്കെ നല്ല അടിപൊളി റാഹത്തായിട്ട് പോയിട്ടുണ്ട് അൽഹംദുലില്ലാ. പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ, അതായത് ബീച്ചിൽ മോളുകളിലൊക്കെ പോവാതെ ഇതുപോലെ നമ്മളെ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോയി അവിടുന്ന് ചായയും പലഹാരവും ഫുഡും ഒക്കെ അടിച്ച് ആ ഒരു കിട്ടുന്ന സുഖം അത് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ അത്രയുള്ള വിശേഷങ്ങൾ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.